ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിക്ക് എങ്ങനെയാണ് അവൽ വിളയിച്ചെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അവലൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 4 കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള അവലിൻ്റെ അളവെന്ന് പറയുന്നത് ഗ്രാം അളവിൽ 250 ഗ്രാമോളം അവലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരണം, അതുവരേക്കും ഒന്ന് വറുത്ത് എടുക്കാം. അവൽ നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി വരുന്ന സമയത്ത് അവൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങി കയ്യിലെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്ന പരുവത്തിനായി വരും. അതുവരേക്കും ഒന്ന് വറുത്ത് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മിനിറ്റോളമൊക്കെ ഒന്ന് വറുത്തെടുത്തപ്പോഴത്തേക്കും അവൽ നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ പൊടിഞ്ഞു പോകുന്ന പരുവത്തിനായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് 6-7 ക്യാഷ്നട്ട് ഒന്ന് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ക്യാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരാറാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ക്യാഷ്നട്ടും ഉണക്കമുന്തിരിയും നമുക്ക് നെയ്യിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ്. ഉണക്കമുന്തിരി ചേർത്തൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുന്തിരി നല്ലതുപോലെ ഒന്ന് വീർത്ത് വരും. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം. അതുവരേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ച് എടുക്കാം. ഒരു 5 മിനിറ്റോളം കൈയെടുക്കാതെ ഒന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടും. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അവൽ ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ച് വേണം നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ്. 1 കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം അളവിൽ 250 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കര നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി പൊടിച്ച ശർക്കരയല്ല, വലിയ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 250 ഗ്രാം അളവിൽ എടുത്ത് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ചേർത്തൊന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ശർക്കര ഉരുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ശർക്കരയും തേങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് ഒന്ന് ഡ്രൈ ആയി വരുന്നവരേക്കും നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇതിപ്പോൾ പൊടിച്ച ശർക്കര ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരാനായിട്ട് തുടങ്ങും. ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി തേങ്ങയുമായിട്ട് നന്നായിട്ട് ചേർന്ന് ഒന്ന് തിക്കായിട്ട് വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി തേങ്ങയുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവലൊന്ന് ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ തേങ്ങയും ശർക്കരയും ഒക്കെ നമ്മുടെ അവലിൽ മൊത്തത്തിലായിട്ടൊന്ന് പിടിച്ച് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അവൽ ചേർത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും 4 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള അവൽ വിളയിച്ചത് റെഡിയായി കഴിയും. ഒരല്പം ഒന്ന് തണുത്തതിന് ശേഷം ഒരു ബോക്സിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിങ്ങനെ അവൽ തയ്യാറാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുള്ള രീതിക്കായിരിക്കും അവൽ റെഡിയായി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.